നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ദളിത് ക്രൈസ്തവർക്ക് സംവരണം നൽകാതെ അവഗണിക്കുന്നതിൽ പ്രതിഷേധം. കോട്ടയത്ത് ധർണ. ദളിത് ക്രൈസ്തവരെന്നും സംവരണ പട്ടികയ്ക്ക് വെളിയിലാണെന്ന് ഗീവർഗീസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത. പാമ്പാടിയിൽ രൂപമാറ്റം വരുത്തിയ 15 ബൈക്കുകൾ പിടിച്ചെടുത്തു. കണ്ണാടി ഊരിവെച്ചും സൈലൻസറുകളിൽ മാറ്റം വരുത്തിയും രൂപമാറ്റം. പരിശോധന തുടരുമെന്ന് അധികൃതർ. ഓഗസ്റ്റ് 14 ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം നടത്താൻ അനുവദിക്കില്ലെന്ന് SFI. കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ കോലം കത്തിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി. പാലായിൽ യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഡോക്ടർ പോലീസ് പിടിയിൽ. പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻ DMO PN രാഘവനെ. വാർത്തകൾ വിശദമായി. ദളിത് ക്രൈസ്തവരെന്നും സംവരണ പട്ടികയ്ക്ക് വെളിയിലാണെന്ന് ഗീവർഗീസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത. കോട്ടയത്ത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദളിത് ക്രൈസ്തവരോടുള്ള വിവേചനത്തിനെതിരെ കോട്ടയത്ത് പ്രതിഷേധ ധർണ. CSI മധ്യ കേരള മഹാ ഇടവകയുടെയും DCMS സംസ്ഥാന കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു കോട്ടയം പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ക്രൈസ്തവ വിശ്വാസം സ്ഥിരീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ കഴിഞ്ഞ 75 വർഷമായി ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംവരണം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഗീവർഗീസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ ദളിതർ സംവരണ പട്ടികയ്ക്ക് വെളിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദളിത് ക്രൈസ്തവർക്ക് ഇന്നുവരെയും നീതി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1950 മുതൽ അധികാര കേന്ദ്രങ്ങളോട് തങ്ങൾക്ക് ആര് നീതി നടത്തിത്തരുമെന്ന് 1950 മുതൽ ദളിത് ക്രൈസ്തവർ ചോദിക്കുകയാണെന്നും ഗീവർഗീസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത പറഞ്ഞു. 1950 മുതൽ അവർ നീതി ലഭിക്കുന്നതിനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ്. ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. 1950 മുതൽ ദളിത് ക്രൈസ്തവർ അധികാര കേന്ദ്രങ്ങളോട് നിരന്തരം ചോദിക്കുന്ന ചോദ്യം അതാണ്: ആര് ഞങ്ങൾക്ക് നീതി നടത്തിത്തരും? എല്ലാ ഓഗസ്റ്റ് 10-ാം തീയതിയും ഈ ചോദ്യം ശക്തമായിട്ട് ദളിത് ക്രൈസ്തവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജെയിംസ് ഇലവുങ്കൽ അധ്യക്ഷനായി. ഫാദർ ജോസുകുട്ടി ഇടത്തിനകം, റവറന്റ് അനിയൻ K. പോൾ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ J. ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടിയിൽ രൂപമാറ്റം വരുത്തിയ ബൈക്കുകൾ പിടികൂടി. 15 ബൈക്കുകളാണ് ഇത്തരത്തിൽ പോലീസ് പിടിച്ചത്. പാമ്പാടിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 15ഓളം രൂപമാറ്റം വരുത്തിയ ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. വാഹനത്തിന്റെ RC ബുക്ക് പ്രകാരമല്ലാതെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളാണ് പിടിച്ചത്. ഇരുവശങ്ങളിലെയും കണ്ണാടികൾ നീക്കം ചെയ്തവ, അവ്യക്തമായ നമ്പർ പ്ലേറ്റ്, സൈലൻസറിന് മാറ്റം വരുത്തിയവ, നിയമപരമല്ലാത്ത ഹോണുകൾ അടങ്ങുന്ന വാഹനങ്ങൾ എന്നിവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പാമ്പാടി SHO റിച്ചാർഡ് വർഗീസ്, SI PB ഉദയകുമാർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനാചരണം ക്യാമ്പസുകളിൽ നടത്താൻ അനുവദിക്കില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ദിനാചരണം നടത്തണമെന്നാവശ്യപ്പെട്ട് സർക്കുലർ അയച്ച കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ കോലം 13-ാം തീയതി കത്തിക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു. ഇന്ത്യ ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന വിഭജന ഭീതി ദിനാചരണം ഓഗസ്റ്റ് 14 നടത്താൻ അനുവദിക്കില്ല, ക്യാമ്പസുകളിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ദിനാചരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കുലർ അയച്ച കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ കോലം കത്തിക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു. ഓഗസ്റ്റ് 13 സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഇതിനെതിരായി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യ ചരിത്രത്തെ മാറ്റിമറിക്കാനുള്ള സംഘപരിവാർ തീരുമാനമാണ് ദിനാചരണത്തിന് പിന്നിലുള്ളതെന്ന് സഞ്ജീവ് പറഞ്ഞു. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന RSSന്റെ ദുരാഗ്രഹം ഗാന്ധിവധത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 15 ചരിത്രം ഇല്ലാതാക്കാനാണ് ഈ നീക്കമെന്നും സഞ്ജീവ് ആരോപിച്ചു. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന വിധത്തിലും ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും ഇങ്ങനെ മുന്നിൽ നിന്ന് അപഹസിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഓഗസ്റ്റ് 15-ന്റെയും അതിന്റെ ചരിത്രവും എന്താണെന്ന് നമുക്കറിയാം. അതിനെ ഇല്ലാതാക്കാനുള്ള ഇവരുടെ ഇടപെടലിനെ ആ നിലയിൽ തന്നെ ഞങ്ങൾ കാണുന്നു. അതിന്റെ ഭാഗമായി നാളെ ഓഗസ്റ്റ് 13 സംസ്ഥാനത്തെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ ഞങ്ങൾ കേരളത്തിലെ ഗവർണറുടെയും ഇപ്പോൾ കോളേജുകളിലേക്ക് സർക്കുലർ അയച്ചിട്ടുള്ള കണ്ണൂർ കേരള VC ഇവരുടെ രണ്ടുപേരുടെയും കോലം കത്തിക്കും. രണ്ടുപേരുടെയും കോലം നാളെ പ്രതിഷേധാത്മകമായി പ്രതീകാത്മകമായി ഞങ്ങൾ ക്യാമ്പസുകളിൽ കത്തിക്കും.
ഭരണഘടനയോടുള്ള വെല്ലുവിളിയും ചരിത്രത്തെ അവമതിക്കുന്ന നീക്കമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടയം CMS കോളേജിൽ അജീഷ് വിശ്വനാഥന്റെ അനുസ്മരണം സംഘടിപ്പിച്ച വിദ്യാർത്ഥികളെ പുറത്താക്കിയ നടപടി കോളേജ് മാനേജ്മെന്റ് പിൻവലിക്കണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലൈംഗികാതിക്രമ കേസിൽ മുൻ DMO പാലായിൽ അറസ്റ്റിൽ. പാലാ സ്വദേശി PN രാഘവനാണ് 24-കാരിയുടെ പരാതിയിൽ അറസ്റ്റിലായത്. ഇന്നലെ ക്ലിനിക്കിലെത്തിയ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയുടെ മുൻ അധ്യക്ഷനാണ് 70-കാരനായ രാഘവൻ. പാലാ KM മാണി സ്മാരക ജനറൽ ആശുപത്രി വളപ്പിൽ പൂടപ്പഴം തോട്ടം. നൂറുകണക്കിന് കായ്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനും അതിലേറെ മധുരം നുകരാനും എത്തുന്നവർ നിരവധിയാണ്. ശ്രദ്ധ നേടി പാലാ ജനറൽ ആശുപത്രി വളപ്പിലെ പൂടപ്പഴം തോട്ടം. ദക്ഷിണേന്ത്യയിലെ വനങ്ങളിലും കാടുകളിലും പാതയോരങ്ങളിലും കാണപ്പെടുന്ന കളച്ചെടിയാണ് പൂടപ്പഴം. കുരങ്ങു പെറുക്കിപ്പഴം, മുക്കട്ടപ്പഴം, അമ്മൂമ്മപ്പഴം, മക്കളെ പാറ്റി, പൂച്ചപ്പഴം, കുരങ്ങൻ പഴം, കുറുക്കൻ പഴം തുടങ്ങി വിവിധ പേരുകളിലാണ് വിവിധ സ്ഥലങ്ങളിൽ പൂടപ്പഴം അറിയപ്പെടുന്നത്. പാസിഫ്ലോറ ഫീറ്റിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പൂടപ്പഴം പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബക്കാരനാണ്. സർവ്വരോഗ സംഹാരിയാണ് ഇത്. പാഷൻ ഫ്രൂട്ടിന്റെ പൂവിനോട് സാദൃശ്യമുള്ള ഗോലിയുടെ വലിപ്പമുള്ള കായയുടെ ആവരണമാണ് പൂടപ്പഴം എന്ന പേരിന് പിന്നിൽ. നേരിയ പുളി കലർന്ന മധുരമാണ് രുചി. പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ PTS ആയ ഹരികുമാർ മറ്റക്കരയാണ് പരിപാലകൻ. നൂറുകണക്കിന് കായകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയുടെ 50ാമത് കളക്ടറായി ചേതൻ കുമാർ മീണ ബുധനാഴ്ച രാവിലെ ചുമതലയേൽക്കും. രാവിലെ 10-ന് കളക്ടറേറ്റിലെത്തുന്ന അദ്ദേഹത്തിന് സ്ഥാനമൊഴിയുന്ന ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ചുമതല കൈമാറും. ന്യൂഡൽഹി കേരള ഹൗസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ചുമതല വഹിച്ചു വരികയായിരുന്നു ചേതൻ കുമാർ മീണ. 2018 ബാച്ച് ഉദ്യോഗസ്ഥനാണ് ചേതൻ കുമാർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-ലെ UG PG അഡ്മിഷൻ ആരംഭിച്ചു. സെപ്റ്റംബർ 10 വരെ www.ayou.ac.in എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാം. 29 UG PG പ്രോഗ്രാമുകൾക്കും 3 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്കുമാണ് അപേക്ഷ ക്ഷണിച്ചത്. നാട്ടകം ഗവൺമെന്റ് കോളേജ് കൂടാതെ ഈ വർഷം മുതൽ കുറവിലങ്ങാട് ദേവമാതാ കോളേജ് കൂടി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠന കേന്ദ്രമായി പ്രവർത്തിക്കും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10 ആണ്. 31 പ്രോഗ്രാമിനാണ് നമ്മൾ ഈ വർഷം നോട്ടിഫിക്കേഷൻ 17 UGയും 14 PGയും. ഈ 17 UGയിൽ 6 പ്രോഗ്രാം നമ്മൾ NEP പ്രകാരം 4 ഇയറിലോട്ട് പോകുന്നു. അതിനകത്ത് 3 ഇയർ കഴിഞ്ഞ് എക്സിറ്റ് ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞങ്ങളാണ് ഒരു 4 ഇയർ പ്രോഗ്രാമിലോട്ട് ആദ്യമേ നമ്മൾ തുടങ്ങിയത്. അടുത്ത വർഷം ബാക്കി UG പ്രോഗ്രാം എല്ലാം 4 ഇയറിലോട്ട് നമ്മൾ പോയി കൊണ്ടുവരാനുള്ള ഒരു പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 23 LSC ഉള്ളായിരുന്നു. കുട്ടികളുടെ റിക്വസ്റ്റും അവരുടെ കൺവീനിയൻസും അനുസരിച്ചിട്ട് നമ്മൾ ഈ തവണ 45 LSC ആക്കി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ നേരത്തെ ഗവൺമെന്റ് കോളേജ് മാത്രമേ ഉള്ളായിരുന്നു. ഇക്കൊല്ലം ദേവമാതാ കോളേജും കൂടെ നമ്മളൊരു LSC എടുത്തിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയായ ആൾ പാലാ പോലീസിന്റെ പിടിയിലായി. ഇടുക്കി പൂച്ചപ്ര സ്വദേശി കരുമാടി എന്ന് വിളിക്കുന്ന പ്രദീപ് കൃഷ്ണനാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ 4-ാം തീയതി രാത്രിയിൽ പുലിയന്നൂർ ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് 6000 രൂപ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദളിത് ക്രൈസ്തവർക്ക് സംവരണം നൽകാതെ അവഗണിക്കുന്നതിൽ പ്രതിഷേധം. കോട്ടയത്ത് ധർണ. ദളിത് ക്രൈസ്തവരെന്നും സംവരണ പട്ടികയ്ക്ക് വെളിയിലാണെന്ന് ഗീവർഗീസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത. പാമ്പാടിയിൽ രൂപമാറ്റം വരുത്തിയ 15 ബൈക്കുകൾ പിടിച്ചെടുത്തു. കണ്ണാടി ഊരിവെച്ചും സൈലൻസറുകളിൽ മാറ്റം വരുത്തിയും രൂപമാറ്റം. പരിശോധന തുടരുമെന്ന് അധികൃതർ. ഓഗസ്റ്റ് 14-ന് ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം നടത്താൻ അനുവദിക്കില്ലെന്ന് SFI. കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ കോലം കത്തിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി. പാലായിൽ യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഡോക്ടർ പോലീസ് പിടിയിൽ. പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻ DMO PN രാഘവനെ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.